തേങ്ങ പൂന്തി സാധനം നടക്കണ്ട, നല്ല സാധനം നടക്കാട്ടാ. ഓണത്തിന് ഫണ്ടില്ല പിന്നെ എല്ലാം കടിച്ചു വിളിക്കാം. എന്താ മക്കളെ, ഇതെന്താണ് ആകെ മാറാമൊക്കെ പിടിച്ചിട്ട്? ഇതെന്തിട്ടാ ചുക്കാമണി? അയ്യോ, ആ എന്ത് ചൂടാണ് അവിടെ എടുക്കണേ. എന്റെ സൗദിയിൽ ഇങ്ങനെ ഒന്നല്ലാട്ടാ. അല്ല, ആരാ മനസ്സിലായില്ലേ? അതാ കണ്ണട ചോണ്ട. ഇനി ഒന്ന് ശരിക്കും നോക്കിയേ. മനസ്സിലായില്ലേ? എന്നെ ആർക്കും മനസ്സിലായില്ലല്ലേ? ആർക്കും ഞാനാളെ മക്കളെ നിങ്ങളെ സുരേഷ് ചേട്ടൻ. നോക്കടാ, നിനക്ക് മനസ്സിലായില്ല എന്നെ? ആർക്കും മനസ്സിലായില്ലേ? അല്ല സുരാജ് ചേട്ടാ, നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലേ. സുരാജ് അല്ല പട്ടികള, സുരേഷ്. ഇങ്ങട് മാർക്ക്. അവന്റെ ഒരു ജിമ്മ് ഇങ്ങട് താളാ. എനിക്ക് ആകെയുള്ളൊരു സങ്കടമുള്ള മക്കളെ, ക്ലബിന്റെ കോലം കണ്ടില്ലേ നിങ്ങള്? എൻ്റെ ഒക്കെ ആയ പ്രായത്തിലില്ലേ ഈ ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ 1-ാം നമ്പർ ക്ലബായിരുന്നു. ഇപ്പൊ ക്ലബിന്റെ കോലം നോക്കിയേ, എന്താണ് ഇതൊക്കെ? ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ പോയി. അതൊന്നല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പൊ നമ്മുടെ ക്ലബിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കയ്യില് വല്ല ക്ലബ് ഫണ്ടൊക്കെ ഇരിക്കില്ല? ഫണ്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ ഓണത്തിന് കൂപ്പടിച്ചിറക്കിയതാ. ക്രിസ്മസ് കിട്ടുന്ന തൂർച്ച പൈസ അതിനിപ്പോ എന്താ? അതൊന്നും കുഴപ്പമില്ല. നിങ്ങളിപ്പോ ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തിരിച്ചു തരും. ഒരു 1 ടൈം സെറ്റിൽമെന്റ്. ഇപ്പൊ എന്റെ കയ്യിൽ പൈസ വരാൻ കുറച്ച് ഡിലേ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ല സുരേഷ് ഫണ്ട് തിരിച്ചു തരാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പൊ മക്കളെ, നമ്മൾ ക്രിസ്മസ് ആഘോഷം പോയിരിക്കാണ്. ഇനി വർത്താനം ഇല്ല, സംസാരം ഇല്ല. നമ്മൾ ക്രിസ്മസ് ആഘോഷം പോയിരിക്കും. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ മക്കളെ, സൗദിന്നൊക്കെ വന്നോണ്ട് ഭയങ്കര നാറ്റം, അതുകൊണ്ട് ഞാൻ പോവാട്ടെ മക്കളെ. ഈ ഒരു യാത്ര ഇപ്പില്ല. ഓക്കെ, പ്രവാസികളുടെ ഒരു ബുദ്ധിമുട്ടേ. ഈ ഗ്രൗണ്ടില് പണിയോടെ എനിക്കോ? ഇവിടെ ആകെ കാടും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വെട്ടിത്തളിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, രാജ്യതാകാം. നീ ഒരു 7-അപ്പും 2 ലിറ്ററിന്റെ വാങ്ങിച്ചോ, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോ. എന്റെ പൈസ ഒന്നുമില്ല. എടാ, പൈസ നിങ്ങളുടെ ക്ലബ് ഫണ്ടിൽ നിന്ന് എടുക്ക. ഞാൻ 1 ടൈം സെറ്റിൽമെന്റ് ആയിട്ട് തരാന്ന്. അതല്ല, ഇവിടെ ആളാവശ്യമുണ്ട്, പണി നടക്കല്ലേ. അപ്പൊ എന്തിട്ട് ചെയ്യാ? അതല്ല നമ്മുടെ പയ്യനെവിടെ. അപ്പൊ എന്തെങ്കിലും ചെയ്യും നിങ്ങള്. അല്ലടാ, ക്ലബ് ഫണ്ട് എടുത്ത് റോഡ് ചെയ്താൽ ശരിയാവും. നമ്മൾ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം എടുക്കാൻ വെച്ച പൈസ അല്ലേ? സത്യം. അങ്ങേര് കാശ് തിരിച്ചൊരു പൊട്ടനാടാ, നമുക്ക് അയാളെ പറ്റിക്കാം. ക്രിസ്മസ് കഴിയണവരെടാ അവന് കുറ്റം. അങ്ങനെ പടക്കിയാലേ. അത് പോയി. സുരക്ഷണോ? ഞാൻ ചിലപ്പോ നീ കാര്യമായിട്ട് എന്തിട്ടൊന്നും തപ്പണേന്ന് ഞാൻ നോക്കിയതാ. കൊറേ നേരമായില്ലേ നീ? ഇത്ര പേരുള്ള അവരൊക്കെ കേടറാ. അവര് മരപ്പണിക്ക് പോയിക്കാ. ഞാൻ അവർക്ക് മരപ്പണി ഉണ്ടോ? അല്ല, നമ്മുടെ ക്രിസ്മസ് ട്രീ വെട്ടാൻ വേണ്ടി. ക്രിസ്മസ് ട്രീ. അതുണ്ട്. തെങ്ങ് തലയില്ലാത്ത വീട്ടിക്കോ? അതല്ലടാ, ആടക്യാമറല്ലേ? ആടക്യാമറ തേക്കാൻ തോന്നുന്നുണ്ട്. വീട്ടിക്കോ, കുഴപ്പമില്ല. അവിടെ നോക്കറാ, അടിപൊളി സാധനം. അടിപൊളി. ഒരു പൊളപ്പ സാധനം ഉണ്ട്. വിട്ട് വീട്ടിൽ അല്ല, അപ്പൊ നമുക്ക് ചെറിയ നോക്കല്ലേ അടിയില്.
ആ നീ വന്നാ വിശന്നിരിക്കായിരുന്നു ഇവിടെ എടുത്ത എന്താ മനുഷ്യന്മാര് ചോടുന്നത് നീ കണ്ടിട്ടില്ലേ? നോക്കി നോക്കി തൂറ്റില് വരുത്തോ നീ എനിക്ക്. ഞാൻ പോവാടാ. എന്തു പറഞ്ഞാലും പണിയെടുക്കണ പോയേരോ എന്തായാലും പുൽക്കൂട് പണിയില്ല, അപ്പൊ നമുക്ക് ക്ലബും കൂടി സെറ്റ് ചെയ്താലോ? എടാ ചെയ്തോടാ, എല്ലാം കൂടിട്ട് ക്ലബ് ഫണ്ടിന്ന് എടുക്ക്, ഞാൻ ഒരുമിച്ച് തരാന്ന് പറഞ്ഞില്ലേ, ചെയ്യേ. നോക്കണ്ട. നീ എന്തിനു കാണിക്കുന്നേ? വട്ടത്തില് കുളിക്കാനല്ല പറഞ്ഞേ. വട്ടം തിരിഞ്ഞ് കുളിച്ചാലേ വട്ടത്തില് കുളം കിട്ടുള്ളൂ. നീ മണ്ടനാണോ? വട്ടം തിരിഞ്ഞ് ആ ശരിയാണല്ലോ, വട്ടം തിരിഞ്ഞ് കുളിച്ചാലേ തന്നെയല്ലേ വട്ടത്തില് കുളം വരുള്ളൂ. നീ തിരിയേ ചീറ ചീ. എന്തിട്ടാ അങ്ങനെ കണ്ണിയാണ്ടൊരു ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. നീ ഞാൻ ചെയ്യണ്ട, ആദ്യം കണ്ടുപിടിക്കും. എനിക്ക് ഈ മാലുള്ളതേ പഠിച്ച കുളമുണ്ട്. അങ്ങനെ കണ്ണിയാണ്ടൊരിക്കൽ പഠിക്കാനൊന്നും പറ്റില്ല. ഗുരുവിനെ സേവിച്ചും പൂജിച്ചും ചെയ്ത് പഠിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ. എനിക്ക് ഞാൻ കുറച്ച് ഞാൻ പഠിപ്പിച്ചു തരാം, നീ കണ്ടു പഠിക്കുക. ഈ മാലകളൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഈ ഗ്യാപ്പിൽ കറക്റ്റ് വരണം, നല്ല ലക്കൈ ലൈറ്റൊക്കെ എത്തുള്ളൂ. എന്താ അല്ല ഇത് AC ആണോ DC ആണോ? എന്തിട്ട് ഡി സി? അല്ല ഈ സർക്യൂട്ടിക്ക് കറണ്ട് വരണേന് AC അങ്ങനെ തോന്നി. സർക്യൂട്ട് കറണ്ട് KCB എന്തിട്ടാ ഇടുവാ കണ്ട് പഠിക്ക്. ലൈറ്റ് ഉണ്ട് ഇങ്ങനെയാണ് അവിടെ നാല്. വേറെ കല്ലൊന്നുണ്ടായില്ല, അപ്പൊ അത് എടുത്തോണെന്ന്. ഇവിടെ കല്ലൊന്നുമില്ല, കുറച്ച് പാറക്കല്ല് വേറെ എവിടെ തോന്നുന്നു. എനിക്കോ അവര് വന്നില്ലേ? അവര് ആരെ വീണ പാറക്കല്ല് കമ്പോയില് എത്തിയില്ല, വിളിച്ചോക്കിയേ. ഹലോ കല്ലെടുത്തോണ്ട് പിന്നെ വിളിക്ക്. മലട വലുപ്പം കൊണ്ടിട്ട് അവര് കൊറേ കല്ലെടുക്കണ്ട്. അങ്ങനെ നോക്കിട്ട് കൂട്ടാ നമുക്ക്. കൊതു അവരെവിടെയാടാ? കുറെ നാളെ പോയിട്ട് ഹലോ ഞാൻ 5 മിനിറ്റ് റാപ്പറടാ. ബാക്കിയുള്ളത് അവിടെ അവിടെ ഇത്രയുള്ളൂ. ഇതെടുക്കാനാണോ നിങ്ങൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ പോയേ? മാറിയ
കുപ്പി ഇറക്കണ്ടേ? കുപ്പി നമുക്ക് ക്ലബ് ഫണ്ടിൽ വാങ്ങിച്ചൂടാ? ക്ലബ് ഫണ്ടിൽ എന്തിട്ടുണ്ടായിട്ട് ഒക്കെ പൊട്ടിച്ച് തീർത്തില്ലേ? ഫുള്ള് കഴിഞ്ഞാ? ഫുള്ള് കഴിയാണ്ട് പിന്നെ നമുക്ക് സുരേഷ് ചേട്ടൻ വാങ്ങിയാലോ? രാവിലെ ഉണ്ടാവും. അല്ല ചില്ലറായിട്ട് വാങ്ങണ്ടാ, ആള് 1 ടൈം സെറ്റ് അല്ലേ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഷെയർ ഇട്ട് സാധനം വാങ്ങി ഇന്നെ അടിക്കുന്നു. നാളെ കാലത്തേറ്റ് കാശൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് കണക്കൊക്കെ റെഡിയാക്കി നമുക്ക് നാളെ ട്രിപ്പ് പോവാം. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? അങ്ങനെ ചെയ്യാല്ലേ? ഓ പരിപാടി തുടങ്ങല്ലോ മക്കളെ. തുടങ്ങാം. ഹാപ്പി ക്രിസ്മസ്. ഒന്നാ സൗകര്യമുള്ള പട്ടികളെ സുരേഷേട്ടന്റെ കയ്യിൽ നിന്ന് പട്ടി. സുരേഷേട്ടന്റെ നെഞ്ചത്ത് കയറാൻ തുടങ്ങിയില്ലേ? ഞാനല്ലടാ പറഞ്ഞ, കള്ളാണ് പറഞ്ഞ. സുരേഷേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? സുരേഷ് എവിടെയാടാ? കുളിക്കാൻ പോയതാ. വിളിക്ക്. ആള് കട്ട് ചെയ്യാലോ ഫോൺ. അങ്ങോട്ട് വിളിക്കേ. ട്രൈ ചെയ്യാം. ഹലോ സുരേഷ് ചേട്ടാ, എവിടെയാ? മക്കളെ ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് അല്ല സുരേഷ് ചേട്ടാ, നമ്മുടെ ഫണ്ട് നമുക്കിന്ന് വൈകുന്നേരം ട്രിപ്പ് പോകാനാണ്. ഫണ്ട് സെറ്റ് അല്ലേ? ഫണ്ടൊക്കെ ക്ലബിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എൻജോയ്. ഓക്കെ. മാസ് ബാബുവാ. കത്തള ചെക്കത്. കത്തളത് എത്രയും പ്രിയപ്പെട്ട പൊന്നിന്റെ മക്കളാ, എൻ്റെ ഈ കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം അടിപൊളിയാക്കി തന്നതിന് നിങ്ങളോടുള്ള പ്രത്യേക നന്ദി ഞാൻ പറയട്ടെ. ഞാൻ പ്രതീക്ഷയിലും ഗംഭീരമായി നിങ്ങൾ ക്ലബ്ബ് നന്നാക്കി. പിന്നെ മക്കളെ, നിങ്ങൾ അവിടെ എത്ര തപ്പിയാലും പൈസ കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ അവിടെ പൈസ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു ഗൾഫുകാരനോ വിദേശിയോ അല്ല. ഞാനൊരു പാവം ബോംബെ വാല, അവിടുത്തെ വലാപ്പയറ്റില് ഒരു സാധാ കുപ്പിവെള്ള കച്ചവടക്കാരൻ. എന്തായാലും നിങ്ങൾ ഇതുവരെയുള്ള കണക്കുകൾ മനസ്സിൽ വെച്ചോളൂ. ഇനി നമ്മൾ ഒരു വട്ടം കൂടി കാണുകയാണെങ്കിൽ ഒരു 1 ടൈം സെറ്റിൽമെന്റ് ആയി തന്നെ തിരിച്ചു തരാം എന്ന് നിങ്ങളോട് മാത്രം സ്വന്തം സുരേഷ് ഏട്ടൻ. സത്യത്തിൽ നിനക്ക് എന്താ പണി? അത് അവിടെ എങ്ങനെ എത്തിപ്പെട്ട? ഒരു 7 വർഷത്തിന് മുമ്പ് ഫാദർ എന്നെ ബോംബെയിലോട്ട് അയച്ചു. സ്ഥലങ്ങൾ കാണാനും ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ അവിടെ ഒരു സ്ട്രീറ്റ് ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് അവിടെ ദാവൂദ് ഇബ്രാഹിം അല്ല ലീഡർ, ഹാജി മസ്താനായിരുന്നു. അപ്പോൾ അങ്കിളുടെ സ്ട്രീറ്റിൽ ഒരു ഗ്യാങ് ഫൈറ്റ് നടന്നു. അപ്പം ഞാൻ അവിടെയുള്ള 2 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി. അപ്പോൾ തന്നെ അപ്പുറത്തെ ഒരു ഗ്യാങ് ലീഡർ വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്നിട്ട് എനിക്ക് 1000 രൂപ ദിവസം കൂലിയും ഒരു തോക്കും കയ്യിൽ വെച്ച് തന്നു. പിന്നെ എന്തിനു പോന്ന ഒരു 6 ഗുണ്ടകളെ. അന്നത്തെ 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലത്ത് 1 ലക്ഷം രൂപയോളം വരും. ഇതൊക്കെ എന്ത് ഈ ലൗഡ് സ്പീക്കറിലിട്. ആ പറടാ. നമ്മളെ നാട്ടിലാടാ. സീസൺ ടൈമാ വേണമെങ്കിൽ